ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചുരിദാർ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈ ലുക്ക് റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫേസ് വാഷ് ചെയ്താണ് തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഡമ്മ വൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം, എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വരെ യൂസ് ചെയ്യാം. സോപ്പ് ഫ്രീ ആയിട്ടുള്ള, പാരബൻസ് ഫ്രീ ആയിട്ടുള്ള നല്ലൊരു ക്ലെൻസർ ആണ്. നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല സൂത്തനിങ് ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് വാഷ് ആണ്. പിന്നെ അറിയാലോ, ഡമ്മ വൈവ് എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ ബ്രാൻഡാണ്. നമുക്ക് നല്ല ഭയങ്കര ഇങ്ങനെ സൂത്തനിങ് ചെയ്യുന്ന പോകുന്ന ഒരു എഫക്റ്റാണ്. നല്ല ഹൈഡ്രേഷൻ തരുന്ന ഒരു ഫേസ് വാഷാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പ്രോഡക്റ്റിന്റെ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ഇതാ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ടോ, നല്ല ഭയങ്കര സ്മൂത്തനിങ് ആണ്. ഫേസ് ഭയങ്കര സുത്തായിട്ടിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഓർഗാനിക് നെത്തയുടെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്, ടോണറായിട്ട് വിത്ത് വൈറ്റമിൻ സി ഉണ്ട്. സോ ഇതും ഞാൻ നിങ്ങൾക്ക് മുമ്പ് വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് സീറോ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ 50% വൈറ്റമിൻ സി സീറാണ്. നല്ലൊരു സീറാണ്. എപ്പോഴും സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സീറാണ്. നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല നമ്മൾ സ്കിന്നിങ്ങനെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീറാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ വിത്ത് വൈറ്റമിൻ ഇ. നമുക്ക് നല്ല ലുക്കിംഗ് ആയിട്ടുള്ള സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഡെയിലി കൊള്ളുന്ന സൺടാനൊക്കെ ഒന്ന് കാം ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിൻ എപ്പോഴും നല്ല ലുക്കിംഗ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അറിയാലോ, വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ്. സോ അതേപോലെ തന്നെയാണ് ഈ ഒരു മോയ്സ്ചറൈസറിലും അതേപോലെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ലുക്കിംഗ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം, എസ്പെഷ്യലി ഡ്രൈ സ്കിന്നുകാർക്ക് കൂടെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. സോ നമുക്കിത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പറ്റില്ല. അതിനുശേഷം നമ്മൾ മേക്കപ്പിലോട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാക്കിൻ്റെ കൺസീലറാണ് എടുക്കുന്നത്. ടേക്ക് അവർ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തായാലും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു. എനിക്ക് തോന്നുന്നു ബെയർ ഫൂട്ടോ അങ്ങനെ എന്തോന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പുതിയ കണ്ണാടി കേട്ടോ, ഞാൻ മുമ്പത്തെ വീട്ടിൽ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ അതെടുത്തിട്ട് എനിക്ക് കണ്ണിൻ്റെ ഇടയിൽ ഡാർക്ക് സർക്കിൾസ് ചെറിയൊരു ഷെയ്ഡ് കണ്ടോ, നമുക്കറിയാം ഉറങ്ങാത്തതിൻ്റെയൊക്കെ ചെറിയൊരു ഷെയ്ഡുണ്ട്. അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം ഞാൻ ചുരിദാറൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ ഡെയിലി പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുരുവുള്ളടത്ത് ചെറുതായിട്ടൊക്കെ കുഞ്ഞു പാടൊക്കെ ഉള്ളടത്ത് ചെയ്ത് കൊടുക്കുകയാണ്, കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് ഫുൾ ഫേസ് അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്തിനാണെന്നുള്ളത്. സോ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഈ ഒരു പാക്കിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രോബ്ലംസ് ഫുള്ള് കവറായിട്ടുണ്ട്. അതായത് എനിക്ക് ഈ ഒരു പോർഷൻസിൽ മാത്രം കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും ഫൗണ്ടേഷനും കൺസീലർ യൂസ് ചെയ്യുന്ന ഒരാളും അല്ല. സോ അതുകൊണ്ട് ഇപ്പം വല്ല ഒക്കേഷനൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ കണ്ടത് എനിക്ക് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നെറ്റിയുടെ അവിടെ, കണ്ണിന് ചുറ്റും അങ്ങനെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നല്ല ഡാർക്ക് ഇങ്ങനെ അൺഇവൻ സ്കിൻ ടോൺ ആണ്, അല്ലെങ്കിൽ നല്ല പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കുക എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഉണ്ടോ, എനിക്കിപ്പോൾ എൻ്റെ ഫേസിന് ആവശ്യമുള്ള രീതിക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എനിക്കൊരു എക്സ്ട്രാ ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ഫുള്ള് പ്രശ്നമാണ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, എഗെയിൻ കൺസീലർ തന്നെ എടുക്കുക. എന്നിട്ട് ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിൽക്കരുത്. ആ ബ്രഷിൻ്റെ ആ ഒരു ബ്രിസ്റ്റിൽസിൽ വച്ച് കൊടുക്കുക. ഓക്കെ, അവിടെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക, കുറച്ച് ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫേസിൽ ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ എക്സസ് ആയിട്ട് നമ്മളെ ഫേസിലാവത്തില്ല. ആണ്ടോ, ഒരു ചെറിയ ഷെയ്ഡ് വ്യത്യാസം വരുത്തും. ഒരു അൺഇവൻ സ്കിൻ ടോണൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളിങ്ങനെ ഓവർ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു നാച്ചുറലായിട്ട് അങ്ങ് പോവും, നാച്ചുറലായിട്ട്. സോ ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫേസിലൊക്കെ ഇടുമ്പോൾ എന്താ, നമുക്കിങ്ങനെ എക്സസ് ആയിട്ട് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള കണക്ക് തോന്നും. ബട്ട് ഇതാകുമ്പോൾ നാച്ചുറലായിട്ട് അങ്ങിരിക്കും. സോ ഇത്രേ ഉള്ളൂ. ഇപ്പം പറഞ്ഞു തന്നാണ് കേട്ടോ. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ചെയ്ത പോലെയാണ് കണ്ണിന് ചുറ്റും കൺസീൽ ചെയ്യുക. ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ആ കവിളിൻ്റെ അവിടുത്തെ 2 ഭാഗത്ത് മാത്രം പിന്നെ ആഡംബരത്തിനാണെങ്കിൽ മൂക്കിൻ്റെ പാലം അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കും.
അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെയിൻ സ്റ്റെപ്പ് ലൈക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചോദിക്കുന്നുണ്ട് എന്ത് ചേച്ചി മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത്. കാരണം 10 വർഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത ഒരാളായതുകൊണ്ട് എനിക്ക് എത്ര കറുത്തിരുന്നാലും എനിക്ക് സമാധാനം കിട്ടും. ലൈക്ക് എന്താ എനിക്കിങ്ങനെ കരിവാരി തേച്ച് എനിക്ക് കറക്കണം, അങ്ങനെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. നമുക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇത് നല്ല കുറവായിരിക്കണം എനിക്ക് എങ്കിലും എനിക്കൊരു സമാധാനമുള്ളൂ. സോ അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര കട്ടിയുള്ള ഐബ്രോസ് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ പണ്ടേ പറയാറുണ്ട്. സോ അതേപോലെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ ബ്രൈഡിന് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാറില്ല. ഒരു മേക്കപ്പ് ആകുമ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്, അതൊന്ന് കോംബ് ചെയ്ത് വയ്ക്കാറൊക്കെ ഉണ്ട്. സോ അതൊരു മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ഐബ്രോസ് ഞാൻ ഇച്ചിരി ഒന്ന് കട്ടിക്കാൻ കേട്ടോ ഫില്ല് ചെയ്ത് കൊടുത്തത്. പിന്നെയാണ് എഡിറ്റ് ചെയ്ത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കട്ടിക്കാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കൊടുത്തിട്ടൊക്കെ വരാം. അത് കഴിഞ്ഞിട്ട് ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത് എർത്ത് ഋതത്തിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. ഇത് മെർമെയ്ഡ് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ്. ഇതിൽ 2 ഉണ്ട് കേട്ടോ, ബ്രാൻഡിയും ഷെയ്ഡ് മെർമെയ്ഡും. സോ ഇത് സൂപ്പറായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. ഞാൻ കണ്ണിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ചെയ്യുന്ന അല്ലെങ്കിൽ കുർത്തി മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ വെച്ചാൽ ഇങ്ങനെ ഓവർ ആവാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നത്. എനിക്കിതാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഓക്കെ, ഞാൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. സോ ഇതേപോലെ ഞാൻ കണ്ണിന് മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കണ്ണിൻ്റെ അവിടെ ഒരു ഷെയ്ഡ് വരുന്നത്, എനിക്കിഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഹിമാലയയുടെ കാജൽ ഞാൻ ഡെയിലി ഇതാണ് യൂസ് ചെയ്യുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട് കേട്ടോ. അത് ഉള്ളതുകൊണ്ട് ഡ്രൈ ആക്കത്തില്ല. പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊന്നും എടുക്കത്തില്ല. ഇതിങ്ങനെ നല്ല കണ്ണിനൊരു ആരോഗ്യം തരുന്ന ഒരു കാജൽ കൂടിയാണ്. സോ അപ്പോൾ ഇത് കണ്ണിനകത്ത് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മേക്കപ്പ് ലുക്ക് റീക്രിയേറ്റ് ചെയ്യുമെന്ന് നമ്മളിൽ സ്റ്റോറിയൊക്കെ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇട്ടപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ചെയ്യുന്നതാണെന്ന്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് നമ്മുടെ മുകളിൽ ഈ ലൈക്ക് ഔട്ടർ കോർണറിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു ബ്രഷ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ള് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതായത് ഒരു സ്മോക്കി ആണോ എന്ന് വെച്ചാൽ ഏകദേശം ഒരു സ്മോക്കി പോലെയാണ്. സ്മോക്കി ഐ അല്ലേ അല്ല എന്നുള്ള രീതിക്കാണ്. എനിക്കിതിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ. ഒരു ഡബിൾ ലെയർ പോലെ ഇരിക്കും. എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. സോ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. സോ ഇതേപോലെ ഇരിക്കും. കണ്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഒരു സ്മഡ്ജ് ലുക്കാണ്, ഒരു നാച്ചുറൽ കണ്ണിനൊരു പ്രത്യേക ഭംഗിയുള്ള എനിക്ക് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ മസ്കാര ആയിട്ട് യൂസ് ചെയ്യുന്ന മാൾസിൻ്റെ മസ്കാര അടിപൊളിയാണ് മക്കളെ. ഇത് കിടില മസ്കാരയാണ്. ഇത് ബിലോ 200 ആണ്. എനിക്കൊന്ന് 169 ആണ്. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. സൂപ്പർ മസ്കാര. ഐലാഷസ് നല്ല രീതിക്ക് ഫേക്ക് ലാഷസ് വെച്ച് എനിക്ക് ഫീൽ ആവും. അത് മാത്രമല്ല നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും, നല്ല രീതിക്ക്. അതായത് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഈ സാധനം ഇട്ടിട്ടുണ്ട്. രാവിലെ ഇട്ടതാണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്യണം എത്ര മണിക്കാണെന്നറിയോ? 10 മണിക്കാണ് എഡിറ്റ് ചെയ്യുന്നത് രാത്രി. ബട്ട് ഇപ്പോഴും എൻ്റെ കണ്ണിൽ അതേപോലെ ആ സാധനമുണ്ട്. ലൈക്ക് ആ മസ്കാര അതേപോലെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമുക്ക് നല്ല ലാഷസ് ഉള്ള എനിക്ക് തോന്നിക്ക്. നെക്സ്റ്റ് നമ്മൾ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നതും എർത്ത് ഋതത്തിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് നേരത്തെ എടുത്ത മെർമെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ മുമ്പ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബ്ലഷ് പൗഡർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ലൈക്ക് ഡെയിലി എനിക്കിഷ്ടം എന്തെങ്കിലും മേക്കപ്പ് ലുക്ക് ആണെങ്കിൽ ഞാൻ പൗഡർ യൂസ് ചെയ്യും. എനിക്ക് ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്സിൻ്റെ എർത്ത് ഋതത്തിൻ്റെ നല്ലതാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരു ഗ്ലോയി ആയിട്ട് നിൽക്കുകയും ചെയ്യും, ഒരു നാച്ചുറൽ ലുക്കായിട്ട് തോന്നിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിത് എന്നും യൂസ് ചെയ്യാറുണ്ട്. ഇതും ബ്രാൻഡിയാണ്. ഞാൻ മിക്കപ്പോഴും ബ്രാൻഡിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ടിരുന്നത്. ഷെയ്ഡ് വന്നിട്ട് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേ 925 ലിപ്പ് ആൻഡ് ചീക്ക് കളറോ അങ്ങനെ എന്തോണം. സോ ഷെയ്ഡ് വന്നിട്ട് റോസി പ്ലം എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. സൂപ്പർ എല്ലാ സ്കിൻ ടോണിനും ചേരുന്നൊരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് നല്ല ഒരു ഷെയ്ഡ് നോക്കി കിടക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഷെയ്ഡാണ്. സോ ഇതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പോട്ടെ. നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇതോടെ കഴിഞ്ഞു. സെറ്റിംഗ് സ്പ്രേ ഞാൻ ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഡെയിലി സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഞാനിത് ഇങ്ങനെ മുടി ഇങ്ങനെ പിരിച്ച് ബാക്കിലോട്ട് കെട്ടിയേക്കാണ്. ഇയറിങ്സ് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് ലാസ്റ്റ് ലുക്ക്. ചുരിദാർ ഞാൻ പോത്തീസിൽ നിന്ന് ഈ ടോപ്പിൻ്റെ തുണി എടുത്തിട്ട് ഇങ്ങനെ തയ്ക്കുകയാണ് ചെയ്തത്.
അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചുരിദാർ ഫുള്ള് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ, കാരണം വീട്ടിൽ ആരും ഇല്ലായിരുന്നു എടുത്തു തരാൻ വേണ്ടിയിട്ട്. സോ ഇതാ അങ്ങ് പോട്ടെ 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 ഇങ്ങനെ അങ്ങ് മേക്കപ്പ് ലുക്ക് പോവാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ബേസ്ഡാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ടാറ്റ ബൈ ബൈ.